എന്താലേ ഒന്നും നടക്കുന്നില്ല. ഒരുപാട് പരിശ്രമിച്ച് നോക്കി, പല കാര്യങ്ങളും ഓരോ വീഡിയോയിൽ പറയുന്നു അതുപോലൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. മടുത്തു. എത്ര വെച്ചിട്ട് ഇതന്നെ നോക്കുക, ഒരുപാട് നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ലേ ഇപ്പോൾ. അതിന് എന്താണ് നടക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ വിചാരിച്ച പോലെ അങ്ങനെ പെട്ടെന്നങ്ങ് നടക്കുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഇതിലൊരു വരുമാനം വേണം, അല്ലെങ്കിൽ മാറ്റം വേണം ജീവിതത്തിൽ. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വേണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഉടനെ അത് ഒരു ദിവസം 2 ദിവസം നോക്കും, അല്ലെങ്കിൽ ഒരാഴ്ച നോക്കും, അത് നടക്കുന്നില്ല. പിന്നെ അടുത്ത എന്തെങ്കിലും നോക്കും, അതും നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ വീഡിയോ കണ്ട് മാത്രം ഒന്നും നടക്കില്ല. അത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് നമുക്കൊരു മാറ്റം വേണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എന്നിട്ട് ആ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് അതിനൊരു സഹായമായിട്ടാണ് ഈ യൂട്യൂബിൽ വല്ല വീഡിയോസ് അങ്ങനെയുള്ളത് നമ്മൾ നോക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ യൂട്യൂബിലുള്ള വീഡിയോ കണ്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് കിട്ടും, 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് കിട്ടും എന്ന് വീഡിയോ കണ്ട ഉടനെ 48 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ കിട്ടുന്നവരുണ്ട്. പക്ഷെ അതിന് നമ്മൾ അലൈൻമെൻറ്റിലായാലേ അതൊക്കെ നടക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ 24 മണിക്കൂറിൻ്റെ വീഡിയോ 48 മണിക്കൂറിൻ്റെ വീഡിയോ നോക്കിയിരുന്നാൽ എവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അത് നടക്കലുണ്ടാവില്ല. നമുക്കത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആദ്യം നമ്മൾ അലൈൻമെൻറ്റിലായിത്തീരുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് പുരോഗമനം വേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക. ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റൂ. ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഊർജം തരാൻ ചില വീഡിയോകൾക്ക് കഴിയും. അതല്ലാതെ വീഡിയോ കണ്ട് മാത്രം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് അതുപോലെ ചെയ്തു നോക്കി ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ ചെയ്താൽ ഒന്നും നടക്കുകയില്ല. നമ്മളൊരു വീഡിയോ കണ്ടു, അത് നടന്നില്ല, അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു, അത് നടന്നില്ല, അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു. ഇങ്ങനെ കാണുമ്പോൾ തീരെയും നടക്കുകയില്ല. അത് കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളത് നടക്കുന്നില്ല എന്നുള്ള നമുക്ക് ആ കാര്യം നടക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത്. അതും നടക്കുന്നില്ല എന്ന് മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ് അടുത്ത വീഡിയോ കാണുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ പതിയുന്നത് എന്താ? ഒന്നും നടക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മൾ എത്ര വീഡിയോ കണ്ടിരുന്നിട്ടും കാര്യമില്ല. ഒറ്റ വീഡിയോ കണ്ട് അത് നമ്മുടെ മനസ്സിൽ നടക്കുമെന്ന് പതിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലും ആ കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാദ്യമേ ഒന്നും നടക്കുന്നില്ല, എല്ലാ വീഡിയോയിലും ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് നമ്മളെ മനസ്സിൽ പതിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്ര വീഡിയോ കണ്ടിട്ടും കാര്യമില്ല, അതുപോലെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യത്തിന്, ഇപ്പോൾ ബിസിനസ്സോ കച്ചവടമോ മറ്റുള്ള കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ശ്രമിക്കുക. അതിലേക്ക് ശ്രമിച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനാണ് ഈ വീഡിയോസിൽ കാണുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾ മാസം ഒരു 25,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ, അയാൾക്ക് ഇപ്പോൾ ഈ മാസം ഒരു 50,000 വേണം. അപ്പോൾ ഒരു 25,000 കൂടുതൽ വേണം. പക്ഷേ അത് ആ 25,000 കൂടുതൽ വേണം ആവശ്യം വരുമ്പോൾ തന്നെ ഇയാളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയോ? 25,000 രൂപ ശമ്പളം അത് ഈ മാസം കിട്ടും, അപ്പോൾ ബാക്കി 25,000 അതിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കും, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് ഉണ്ടാക്കും? ഒന്നുകിൽ കടം വാങ്ങാം, അല്ലെങ്കിൽ വല്ല ഗോൾഡ് എന്തെങ്കിലും പണയം വെക്കേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ വേറെ ഇപ്പോൾ എവിടെ നിന്നും കിട്ടാനില്ല എന്ന് മനസ്സിലുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാവും ചിലപ്പോൾ വീഡിയോ കാണുക 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതാ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കാണുന്ന പോലെ നമ്മളൊക്കെ ചെയ്തു നോക്കും. പക്ഷെ അത് കിട്ടില്ല. കാരണം എന്താ? ഇയാളുടെ മനസ്സിൽ ആദ്യമേ ഇതുണ്ട്, 25,000 എൻ്റെ ശമ്പളം, ബാക്കി ബാങ്കിൽ നിന്ന് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും എന്ന് ഓൾറെഡി അവിടെ ഉണ്ട്, സെറ്റാണ്. ആ ആൾ ഇപ്പുറത്ത് ഇവിടെ ഇരുന്നിട്ട് 24 മണിക്കൂർ 48 മണിക്കൂർ എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് കിട്ടാതിരുന്നതിൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടില്ല. അങ്ങനെ മനസ്സിൽ ഒരു പണത്തെക്കുറിച്ചൊരു
ബിലീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര കിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ എന്നുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയാലില്ല, പിന്നെ കടം വാങ്ങല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ കടം വാങ്ങാൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നടക്കും. ഞാൻ ഇന്ന ആളുടെ അടുത്ത് പോയി കടം വാങ്ങുന്നു, അത് കിട്ടണം എന്നുള്ള ഒരു ചിന്തയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കടം വാങ്ങൽ നടക്കും. അല്ലെങ്കിൽ ഗോൾഡ് പണം വെക്കൽ, അത് ആരെങ്കിലും ഗോൾഡ് തിരുമറി റോൾ ചെയ്തിട്ട് അതുകൊണ്ട് പണയം വയ്ക്കാം എന്നുള്ളത് ചെയ്താൽ നടക്കും. അപ്പം നമുക്ക് അനുയോജ്യമായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴേ അത് നടക്കുള്ളൂ. അതല്ലാതെ നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യം എവിടുന്നേലും ഒരു 25,000 കിട്ടട്ടെ എന്ന്, ബാക്കി 25,000 കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അഥവാ അത് ഈ മാസം കിട്ടിയാലും അടുത്ത മാസം ഇതുപോലെ കുറച്ച് പൈസക്ക് ആവശ്യം വന്നാൽ നമുക്കത് കിട്ടുകയില്ല. അപ്പം നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്താ, എനിക്ക് ശമ്പളം 25,000 ആണെങ്കിലും പണമാണ്, അത് പല വഴിക്കും എനിക്ക് പണം വന്നു ചേരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. മനസ്സിനത് പറഞ്ഞ് 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 പഠിപ്പിച്ച് മനസ്സ് വിശ്വസിക്കണം. ഒരു കളവ് 10 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് മനസ്സിന് തോന്നും. നമ്മൾ പറയുന്നത് കളവാണ് എന്ന് നമുക്കറിയാം. നമുക്കാകെ 25,000 ഉള്ളൂ. നമ്മളാണ് ചിന്തിക്കുന്നത് എന്ത്, എനിക്ക് മാസം 1,00,000 കിട്ടുന്നുണ്ട്, വരുമാനമുണ്ട് എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എത്ര എനിക്ക് ഒരുപാട് പൈസ ഇവിടുന്നൊക്കെ എനിക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അത് കളവാന്ന് നമ്മുടെ മനസ്സിനും അറിയാം. പക്ഷെ അത് സ്ഥിരം പറയുമ്പോൾ നമ്മുടെ മനസ്സത് ഉറപ്പിക്കും, വിശ്വസിക്കും. വിശ്വസിച്ചതിന് ശേഷം നമുക്ക് പല വഴിക്കുന്ന പല ചാൻസുകൾ, പല അവസരങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. പല വഴിക്ക് നമുക്ക് പണം വരാൻ തുടങ്ങും. അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ 24 മണിക്കൂർ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യം നടക്കും എന്നൊക്കെ പറയുന്ന ഈ മനസ്സിനെ ഇത് വിശ്വസിപ്പിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ നമ്മുടെ മനസ്സിന് ഒരു വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നു, നാളെ ആ വീഡിയോ കാണും, മറ്റേ വീഡിയോ കാണുന്നു. ഇത് ചെയ്തൊന്നും നടന്നില്ല, അത് ചെയ്തൊന്നും നടന്നില്ല, അതും മറ്റതും ചെയ്തൊന്നും നടന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊന്നും വിശ്വാസം വരുന്നില്ല. പിന്നെ നമ്മൾ പുതിയതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളെ ശമ്പളം എത്രയാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എക്സ്ട്രാ പല വഴിക്കും നമുക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് സുഖ സൗകര്യങ്ങൾ, സന്തോഷം, കുടുംബം ഹാപ്പിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അത് ഉറപ്പിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാ. അങ്ങനെ മനസ്സ് നമ്മളെല്ലാം വിശ്വസിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കതിന് ഫലമുള്ളൂ. അപ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ നടക്കാൻ തുടങ്ങുന്നത്. ആ മനസ്സിനതങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങൾ, അതിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അലൈൻമെൻറ്റിലാവുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഇപ്പോഴുള്ള ബിലീവ് സിസ്റ്റങ്ങളൊക്കെ മാറ്റി നമ്മുടെ മനസ്സിലിപ്പോൾ ഞാൻ ഈ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല ഇതും അങ്ങനെ കെടുക്കുന്നുണ്ട്. അങ്ങനെ കെടുന്നിട്ട് പല കാര്യങ്ങളും നെഗറ്റീവായി കെടുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അതും ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റണം. അത് മനസ്സിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് വീഡിയോ കണ്ടതുപോലെ ചെയ്തു എനിക്ക് കിട്ടിയില്ല എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് കാശിനോ പണത്തിനോ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അയാൾക്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ അയാൾക്ക് മാസം ഒരു 5 ലക്ഷം രൂപയുടെ വരുമാനമുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഈ മാസം എനിക്കൊരു 6 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കണം, അല്ലെങ്കിൽ ഒരു 7 ലക്ഷത്തിൻ്റെ നടക്കണം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. കാരണം അതിന് സാധ്യതകളുണ്ട്. അത് നമ്മുടെ മനസ്സിനറിയാം അത് സാധ്യത ഉണ്ട്, അത് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മാസം കൃത്യശമ്പളമാവും. അയാൾക്ക് ആ ശമ്പളമേ ഉള്ളൂ, അതിലപ്പുറം അയാൾക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ പ്രതീക്ഷ വേണമെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ശമ്പളം അത് കിട്ടും, ഇതിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടും, അത് ഇത്ര കിട്ടണം അത്ര കിട്ടണം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്തതിന് ശേഷമേ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടണേ എന്ന് വിചാരിച്ച് ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കണേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സാമ്പത്തിക ഉയർച്ചയും മറ്റുള്ള കാര്യങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൽ നമുക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും സംഭവിക്കുന്ന ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്,
പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്കാണ് ഈ കാശിന് ആവശ്യമുണ്ട്, അപ്പോഴാണ് ഈ വീഡിയോസൊക്കെ കാണുക, ഇപ്പം കിട്ടും പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ കണ്ട് അതുപോലെ ചെയ്ത് നോക്കും, ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി. അപ്പം നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. അതിനുശേഷം നിങ്ങളത് വീഡിയോ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ചെയ്യുക. അപ്പോഴേ കാര്യമുള്ളൂ. പിന്നെ ഇതൊറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല സംശയം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അറിയുന്ന ഒരാളോട്, ഇതിനെപ്പറ്റി അറിയുന്ന ഒരു മെൻറ്ററോട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മാറ്റമുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരാണോ വിശ്വസിച്ച ആ ഒരു വ്യക്തിയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സുഖമായിട്ട് നടക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ ഇന്നൊരു വീഡിയോ നാളെ ഒരു വീഡിയോ പല വീഡിയോകളും കണ്ട്, ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിലും ഇതും കണ്ട് കുറേ ചെയ്ത് അതും കണ്ട് കുറേ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളപ്പോൾ ചോദിക്കുക, സംശയങ്ങൾ വിളിച്ച് ചോദിക്കുക, പറ്റിയ ആളുകളോട്, ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവരോട് ചോദിച്ച് അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി എന്ത് പറഞ്ഞു തരുന്നോ അത് അതേപോലെ അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും. പിന്നെ കുറേശ്ശെ നടന്നിട്ടാണ് അത് പെട്ടെന്ന് കൂടി വരിക, അല്ലാതെ പെട്ടെന്ന് കൂടി വരില്ല. അത് കുറേശ്ശെ നടന്ന് പതുക്കെ അത് കൂടി നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട്, ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അതേപോലെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും. പരിശ്രമിക്കുക.